20-ാം നൂറ്റാണ്ടിൽ ജീവിച്ച് മരിച്ച് മണ്ണടിഞ്ഞ നമ്പൂതിരി സ്നേഹി, സ്ത്രീവിരുദ്ധതയുടെ ഒരു ഉന്മാദ പർവ്വതം. മറ്റ് ബ്രാഹ്മണ സമുദായങ്ങളെയും ക്ഷത്രിയ, നായർ, തീയ, ഈഴവ, അമ്പലവാസി സമൂഹങ്ങളെയും അവരുടെ സ്ത്രീകളെയും തൻ്റെ പുസ്തകങ്ങളിൽ കൂടെ അധിക്ഷേപിച്ച ഒരു കപട ആഢ്യൻ, കപട സുരേന്ദ്രൻ. ഇതൊക്കെയായിരുന്നു കണിപ്പയ്യൂർ ശങ്കരൻ നമ്പൂതിരി പാട്. 1950കളിലും 60കളിലും തമിഴ്നാട്ടിൽ EV രാമസ്വാമി നായ്ക്കരുടെ നേതൃത്വത്തിൽ നടന്ന ബ്രാഹ്മണ മേധാവിത്വ വിരുദ്ധ സമരങ്ങളിൽ തനിക്കുണ്ടായ അമർഷവും രോഷവും ഉള്ളിലൊതുക്കി കഴിയുകയായിരുന്നു കണിപ്പയ്യൂർ ശങ്കരൻ നമ്പൂതിരിപ്പാട്. ആ സമയത്താണ് പ്രൊഫസർ ഇളംകുളം കുഞ്ഞൻപിള്ള കേരളത്തിലെ നമ്പൂതിരി മേധാവിത്വത്തെ വിമർശിച്ചുകൊണ്ട് നമ്പൂരി ശകാരം എന്ന പുസ്തകം എഴുതുന്നത്. ഇതിൽ പ്രകോപിതനായ ശങ്കരൻ നമ്പൂരി അയാളുടെ തന്നെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ കേട്ടുകേൾവികളുടെയും പഴഞ്ചൊല്ലുകളുടെയും അടിസ്ഥാനത്തിൽ ഒരു പുസ്തകം എഴുതി. ഇളംകുളം കുഞ്ഞൻപിള്ളയോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയാണെന്നും നായന്മാരെയും മറ്റു ഹിന്ദുക്കളെയും മനഃപൂർവ്വം അധിക്ഷേപിക്കുവാൻ വേണ്ടിയല്ല ആ പുസ്തകം എഴുതിയതെന്നും കണിപ്പയ്യൂർ നമ്പൂരി ആണയിടുന്നു. ആ പുസ്തകത്തിൻ്റെ പേരാണ് നായന്മാരുടെ പൂർവ്വചരിത്രം ഭാഗം 1, ഭാഗം 2 എന്നിവ. ആ പുസ്തകത്തിൽ പറയുന്നത്, പ്രപഞ്ചത്തിൽ ദൈവം കഴിഞ്ഞാൽ ഏറ്റവും വലിയവർ പല വിഭാഗങ്ങളിൽപ്പെട്ട നമ്പൂരിമാർ എന്നാണ്. അതായത് മൂത്തത് നമ്പൂരി, നമ്പൂരിപ്പാട്, ഭട്ടതിരി, ഭട്ടതിരിപ്പാട് തുടങ്ങി നമ്പൂരിമാരിലെ ഏറ്റവും ഉയർന്ന വർഗമായ ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ വരെയുള്ള വിവിധ നമ്പൂരി ജാതികൾ മാത്രമാണ് ശ്രേഷ്ഠർ, പരിപൂർണർ എന്നൊക്കെയാണ്. നമ്പൂതിരി സ്ത്രീകൾക്ക് മാത്രമേ ചാരിത്രം ഉള്ളൂ എന്നും തമിഴ്, കൊങ്കണി ബ്രാഹ്മണർ ഉൾപ്പെടെ മറ്റെല്ലാ ജാതി ഹിന്ദുക്കളിലും പെട്ട സ്ത്രീകൾ മോശം സ്വഭാവക്കാരാണെന്നും ദേവദാസികളാണെന്നും അതിൽ പറയുന്നു. ഈ പുസ്തകത്തിലെ 235, 261 പേജുകളിൽ ഈഴവ, തീയ സ്ത്രീകളെയും അവർക്കുണ്ടാകുന്ന വെളുത്ത നിറമുള്ള കുഞ്ഞുങ്ങളെയും അധിക്ഷേപിച്ച് ലഹരി കൊള്ളുകയാണ് ശങ്കരൻ നമ്പൂരി. 248, 49 പേജുകളിൽ അമ്പലവാസി നമ്പീശ സമുദായത്തെയും അവരുടെ സ്ത്രീകളെയും വളരെ മോശമായി അധിക്ഷേപിക്കുന്നു. കാരണം അവർ കൂടുതലായി നമ്പൂരിമാർക്ക് വഴങ്ങുന്നില്ലത്രേ. 268 പേജിൽ നായന്മാർ ജന്മികളും നാടുവാഴികളും രാജാക്കന്മാരുമാണെന്ന് ആവേശം കൊള്ളുകയും ചെയ്യുന്നുണ്ട് ശങ്കരൻ നമ്പൂതിരിപ്പാട്. ഈ പുസ്തകത്തിൻ്റെ ഭാഗം 2 പേജ് 32ലും ഇത് തന്നെയാണ് പറയുന്നത്. ഭാഗം 2 72 പേജിൽ തെക്കൻ തീയർ സമുദായത്തിൽപ്പെട്ടവർ പത്തപ്പൻ്റെ മക്കൾ എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്നു. പോർട്ടുഗീസുകാരുടെ മതം മാറ്റ ഭീഷണിയെ തുടർന്ന് കേരളത്തിൽ അഭയം പ്രാപിച്ച കൊങ്ങിണി ബ്രാഹ്മണ സമുദായത്തിലെ സ്ത്രീകളെ തേവിടിശികൾ എന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്നത് ഭാഗം 2 94 പേജിലാണ്. ഭാഗം 2 124 പേജിൽ ക്ഷത്രിയ സ്ത്രീകളെ മുഴുവനായി നമ്പൂതിരിമാർക്ക് കൊടുക്കണമെന്നും വർമ്മമാർ വിവാഹം ചെയ്യാൻ പാടില്ലെന്നും പറഞ്ഞ് അവരെ അധിക്ഷേപിക്കുന്നു. 186 പേജിൽ വളരെ ദയനീയമായ രീതിയിൽ തമിഴ് ബ്രാഹ്മണരായ അയ്യരെ അധിക്ഷേപിക്കുന്നു. അതിൽ പറഞ്ഞിരിക്കുന്നത്, നമ്പൂരിമാരുടെ പറമ്പിലെ കക്കൂസിനെ അമ്പലമെന്ന് തെറ്റിദ്ധരിച്ച് തമിഴ് ബ്രാഹ്മണ പട്ടർ ആരാധന നടത്തുന്നു എന്നാണ്. അവർണരുടെ ക്ഷേത്രപ്രവേശനത്തിൽ അസഹിഷ്ണുത പൂണ്ട് ശങ്കരൻ നമ്പൂരി ഈ പുസ്തകത്തിലെ 254 പേജിൽ പറയുന്നത് അമ്പലങ്ങൾ അടച്ചിടണമെന്നും തന്ത്രിമാർ പണിമുടക്കണമെന്നുമാണ്. മറ്റൊരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് അമ്പലവാസി സ്ത്രീകൾ നമ്പൂരിമാരുടെ സ്വത്ത് എന്നാണ്. ഈ പുസ്തകത്തിൽ ശങ്കരൻ നമ്പൂരിയുടെ മറ്റു പല കാമഭാവനകളുമുണ്ട്. അതൊക്കെ പറയാൻ സംസ്കാരം അനുവദിക്കുകയില്ല. കഴിഞ്ഞ നൂറ്റാണ്ടിൽ മരിച്ച് മണ്ണടിഞ്ഞ ഈ ഭോഗാസക്തനായ ജാതിഭ്രാന്തൻ്റെ പുസ്തകം റെഫർ ചെയ്ത് പല ജാതി മതങ്ങളിൽപ്പെട്ട മനുഷ്യർ പരസ്പരം അധിക്ഷേപിക്കുകയും കലഹിക്കുകയും മാലിന്യം വാരിയെറിയുകയും ചെയ്യുന്നു. ഈ മനുഷ്യൻ്റെ പിൻഗാമികൾ ഹിന്ദു സമൂഹത്തോടും സ്ത്രീ സമൂഹത്തോടും മാപ്പ് പറയുകയും പ്രസ്തുത പുസ്തകം പിൻവലിക്കുകയുമാണ് ചെയ്യേണ്ടത്. അല്ലാത്തപക്ഷം ആ കുടുംബത്തെ ഹിന്ദുക്കൾ ബഹിഷ്കരിക്കണം. കാരണം
ആ പുസ്തകത്തിലൂടെ അധിക്ഷേപിക്കപ്പെടുന്നത് നിങ്ങളുടെ അമ്മ, മുത്തശ്ശി എന്നിവരും ഭാര്യമാരും പെൺമക്കളും ചെറുമക്കളുമാണ്.